ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് കരുതി മാറ്റി വെച്ചിരുന്ന ഒരു ഐറ്റമാണ്. പിന്നെ എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ ഇന്ന് അത് തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അങ്ങനെ 2 മീഡിയം സൈസ് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഞാൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത പപ്പായ അതോടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഈ പപ്പായയും പിന്നെ നല്ല തണുത്ത പാലാണ് കേട്ടോ വേണ്ടുന്നത്. പിന്നെ അത്രയ്ക്ക് തണുപ്പ് വേണ്ടെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ നമുക്ക് കുറയ്ക്കാം. നല്ല കട്ടിയായ പാലും കൂടെ ചേർത്ത് പിന്നെ ഒരു കൈപ്പിടി അളവിന് കുറച്ച് കശുവണ്ടി പരിപ്പും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. സെർവ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ കുറച്ച് അനാറും കൂടെ ചേർത്ത് ഒന്നൊന്ന് അലങ്കരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അഡാറ് ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നമ്മൾ ഈ കണ്ണൂർ കോക്ടെയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റായ ഐറ്റമാണ്. ആ പപ്പായ ഐസ്ക്രീമും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത തവണ പപ്പായ കിട്ടുമ്പോൾ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്കായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളടുത്ത് വരും വരെ ടാറ്റാ.